കുവൈത്തിൽ സർക്കാർ ജോലിക്ക് അപേക്ഷിക്കുന്നവർക്ക് ലഹരി പരിശോധന നിർബന്ധമാക്കുന്നു. മയക്കുമരുന്നോ സൈക്കോട്രോപിക് മരുന്നുകളോ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയാനാണ് ലഹരി പരിശോധന. മയക്കുമരുന്ന് അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ സൈക്കോട്രോപിക് വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗം കണ്ടെത്തുന്നതാണ് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. മയക്കുമരുന്നും സൈക്കോട്രോപിക് വസ്തുക്കളും നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട 2025 ഡിക്രി ലോ നമ്പർ 159 66 വകുപ്പ് പ്രകാരമാണ് ഈ നടപടി. ഈ നിയമം ഡിസംബർ 15 മുതൽ പ്രാബല്യത്തിൽ വന്നു. സിവിൽ, സൈനിക, സർക്കാർ ജോലികൾക്കായി ശരീരം മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപിക് വസ്തുക്കൾ ഇല്ലാത്ത അവസ്ഥയിലായിരിക്കണമെന്നത് നിയമനത്തിനും തുടർ സേവനത്തിനും നിർബന്ധ വ്യവസ്ഥയാണെന്നും നിയമം വ്യക്തമാക്കുന്നു. UAE-യിൽ കുട്ടികളുടെ സ്കൂൾ പ്രവേശനത്തിൽ അടുത്ത അധ്യയന വർഷം മുതൽ പുതിയ പ്രായപരിധി പ്രഖ്യാപിച്ചു. കിൻഡർഗാർട്ടൻ, ഗ്രേഡ് 1 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് നേരത്തെ പ്രവേശനം ഉറപ്പാക്കുന്ന രീതിയിലാണ് പുതിയ മാറ്റം. വിദ്യാഭ്യാസ, മാനവ വികസന, സാമൂഹ്യ വികസന കൗൺസിലിൻ്റേതാണ് നടപടി. പുതിയ നിയമപ്രകാരം പ്രവേശന വർഷത്തിലെ ഡിസംബർ 31 വരെയുള്ള ഏത് സമയത്തും നിശ്ചിത പ്രായം തികയുന്ന കുട്ടികൾക്ക് പ്രവേശനത്തിന് അർഹതയുണ്ടായിരിക്കും. സ്കൂൾ തുടങ്ങുന്ന മാസത്തിന് പകരം പ്രവേശന വർഷമാണ് ഇനി മുതൽ പ്രവേശന യോഗ്യതയായി കണക്കാക്കുക. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ ഉൾപ്പെടെ പ്രവേശന വർഷത്തിലെ ഏത് സമയത്തും 3 വയസ്സ് തികയുന്ന കുട്ടികൾക്ക് ഇനി മുതൽ പ്രീ കിൻഡർഗാർട്ടനിൽ പ്രവേശനം നേടാം. പഴയ നിയമപ്രകാരം ഇത്തരത്തിൽ വർഷാവസാനം ജനിച്ച കുട്ടികളെ പ്രായം കുറഞ്ഞവരായി കണക്കാക്കുകയും അവർക്ക് 1 വർഷം കൂടി കാത്തിരിക്കേണ്ടതായും വന്നിരുന്നു. UAE-യിൽ അസ്ഥിരമായ കാലാവസ്ഥ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കനത്ത മഴ, പൊടിക്കാറ്റ്, ശക്തമായ കാറ്റ് എന്നിവ മാറി മാറി വരുമെന്നാണ് നാഷണൽ സെൻറ്റർ ഓഫ് മെറ്റീരിയോളജി പ്രവചിക്കുന്നത്. അറേബ്യൻ ഉപദ്വീപിലുടനീളം ഒരു ആഴത്തിലുള്ള ന്യൂനമർദ്ദം നീങ്ങുന്നുവെന്നും മെറ്റീരിയോളജി സെൻറ്റർ ചൂണ്ടിക്കാട്ടി. പടിഞ്ഞാറൻ പ്രദേശങ്ങളിലാണ് ന്യൂനമർദ്ദത്തെ തുടർന്നുള്ള മഴ ആദ്യം ലഭിക്കുക. പിന്നീട് വരും ദിവസങ്ങളിൽ അബുദാബി അടക്കം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കും. ഭാഗികമായി മേഘാവൃതമായ ആകാശം മുതൽ മൂടിക്കെട്ടിയ ആകാശം വരെയുള്ളതും കനത്ത മേഘങ്ങളുടെ രൂപീകരണവും ഇതിൻ്റെ സവിശേഷതയാണ്. പല പ്രദേശങ്ങളിലും തീവ്രമായ മിന്നലും ഇടിമിന്നലും അനുഭവപ്പെടും. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ആലിപ്പഴം പോലും കാണാൻ കഴിയുമെന്നാണ് പ്രവചനം. പൊടിക്കാറ്റും കാഴ്ചപരിധി കുറയുന്നതും ചിലപ്പോൾ വിമാന സർവീസുകളെ ബാധിച്ചേക്കാമെന്നും മുന്നറിയിപ്പുണ്ട്. UAE-യിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരോധിക്കും. ജനുവരി മുതൽ നിരോധനം ഏർപ്പെടുത്തുമെന്ന് കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. പ്ലാസ്റ്റിക് കപ്പുകൾ, അടപ്പുകൾ, സ്പൂണുകൾ, ഫോർക്കുകൾ, പ്ലേറ്റുകൾ, സ്ട്രോ തുടങ്ങിയവയാണ് പുതുവർഷത്തിൽ നിരോധിക്കുക. 50 മൈക്രോണിൽ താഴെ കട്ടിയുള്ള പേപ്പർ ബാഗുകൾ ഉൾപ്പെടെ എല്ലാത്തരം ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന ബാഗുകൾക്കും നിരോധനം ബാധകമാണ്. കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ, റീസൈക്കിൾ ചെയ്ത വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ ബാഗുകൾ, മരുന്ന് കവറുകൾ, മാലിന്യ ബാഗുകൾ, ഭക്ഷണം പൊതിയുന്ന നേർത്ത പ്ലാസ്റ്റിക് കവറുകൾ എന്നിവയ്ക്ക് ഇളവുണ്ട്. 2024 ജനുവരിയിൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകൾ നിരോധിച്ചുകൊണ്ടാണ് പദ്ധതിയുടെ ആദ്യഘട്ടം ആരംഭിച്ചത്. NTV UAE to the world.